ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. ആ കുഞ്ഞിന് വയ്യാത്തോണ്ട് അവളെ ശ്രദ്ധിച്ചു. അവളൊക്കെ അന്യന്റെ വീട്ടിൽ പണിയെടുത്തും കൂലിവേല ചെയ്തും പരിചയമുള്ള കൂട്ടത്തിലാ. അതിൽ പലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവര് ഏത് വഴിയരികിൽ കിടന്നും പ്രസവിച്ചോളും. അവരുടെയൊക്കെ സുഖപ്രസവമായിരിക്കും. അതിന് കൂടുതൽ കെയർ ഒന്നും കൊടുക്കണ്ട. അവളിവിടെ വന്നതിന് ശേഷം എനിക്ക് എന്താ വേണ്ടതെന്ന് പോലും അമ്മായി ചോദിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊന്നും തന്നിട്ടുമില്ല. എനിക്ക് വഴക്കൂടാൻ വയ്യ മോളെ. എല്ലാരും കൂടി പൊട്ടിയാക്കുന്നത് എന്നെയാ. പിന്നെ ദേവയിടയ്ക്ക് കാർത്തൂന് പലഹാരം കൊണ്ടു കൊടുത്തു. അവളെ സ്നേഹിച്ചു. അത് കണ്ടപ്പോ ഞാൻ കരുതി അവളോടുള്ള നിങ്ങളുടെയൊക്കെ ദേഷ്യം മാറിക്കാണൂന്ന്. അതുകൊണ്ടാ ഞാനും അവൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഏട്ടത്തി അവൾക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട. അവൾ അടുക്കള കയറട്ടെ. എന്നിട്ട് നിങ്ങൾക്കും അവൾക്കും ആവശ്യമുള്ളതൊക്കെ അവള് തന്നെ ഉണ്ടാക്കട്ടെ. ഈ വീടിനകത്തേക്ക് കയറി വരാൻ പാടില്ലാത്തവള് വന്നു. അതിന്റെ പേരിൽ എന്റെ മോൾക്ക് പടിയിറങ്ങേണ്ടി വരരുത്. ഇവളാ ശരിക്കും ഈ വീടിന്റെ മരുമകൾ. മറ്റവള് വഴിതെറ്റി വന്നവളാ. എത്ര കാലം അവളിവിടെ ഉണ്ടാവുന്ന പോലും പറയാൻ പറ്റില്ല. അതൊരു പാവം കൊച്ച. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അരുൺ മാത്രമാ. നിങ്ങൾ എന്തിനാ ഏട്ടത്തി അവളെങ്ങനെ ന്യായീകരിക്കുന്നേ? ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, പലഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണമുണ്ട്. ഇനിയും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരും എന്ന് കരുതി എന്റെ മോളെ മാറ്റി നിർത്തിയിട്ട് അവളെ അടക്കി പിടിക്കാൻ ഏട്ടത്തി ശ്രമിക്കണ്ട. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായി. എന്നിട്ട് എന്റെ സ്വന്തം അമ്മായി എന്നെ ഇതുവരെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. നീ വെറുതെ ദേവിയെ ചൂട് പിടിപ്പിക്കില്ലേ മഞ്ജു? ഏട്ടത്തി ഒന്നും പറയണ്ട. നകുലേട്ടൻ ഇല്ലാതായപ്പോ 2 കുട്ടികളെയും ഞാൻ വളർത്തണമായിരുന്നു. അവർക്കൊരു കുറവും വരുത്താതെ. അത് കഴിഞ്ഞപ്പോ ഏട്ടത്തി പഴയതൊക്കെ അങ്ങ് മറന്നു. ഇനിയിപ്പോ എന്റെ സഹായം വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കല്യാണത്തിന്റെ അന്ന് കത്തി തീരേണ്ടവള ഞാൻ. അന്നും കീഴടങ്ങി എന്ന് കരുതി അനാഥ പെണ്ണിനെ തലയിലെടുത്തു വച്ചാൽ ഇനി നിന്ന് കത്താൻ പോകുന്നത് അവളായിരിക്കും. അത് മനസ്സിൽ വച്ചേക്കണം. എല്ലാരെയും തമ്മി തല്ലിക്കേ, എന്നിട്ട് അത് കണ്ട് രസിക്കേ. തല്ലാനും കൊല്ലാനും വരണ്ടാന്ന് കരുതിയാ പോയത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോവേണ്ടവള് ഞാനല്ലല്ലോ, ആരോരും ഇല്ലാത്ത അവളല്ലേ. അതുകൊണ്ടാ തിരികെ വന്നത്. അവൾ അങ്ങനെ സുഖിക്കണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പൊ എന്നെ തള്ളി മാറ്റിയിട്ട് പോകാൻ തോന്നുന്നില്ലല്ലോ അല്ലേ? പക്ഷെ എന്തോ ഭയമുണ്ടോ ഉള്ളില്? അമ്മ ക്ഷമിച്ചെങ്കിലും ഇത്രയും ദിവസം അമ്മയ്ക്ക് പ്രതീക്ഷ കൊടുത്തതിന്റെ വേദനയാ. നീ എന്റെ മോള് വിളിച്ചു ഓർത്താക്കോലടി. എന്നിട്ട് ഇവനിപ്പം കഥ കടിച്ച് അകത്തിരുന്ന് സന്തോഷിക്കാം അല്ലേ? അപ്പച്ചി കാർത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തത്? എന്റെ മോളോ? അമ്മ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കാർത്തൂന് കൊടുത്തു. അത് പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആദ്യം മഞ്ജു കഴിച്ചോന്ന് ഇവള് തിരക്കണം. അവൾ കഴിച്ചതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൾക്ക് കഴിക്കാം. അങ്ങനെ എച്ചിൽ നിന്നല്ല ഇയാൾ ജീവിച്ചത്. പിന്നെ എങ്ങനെയാടാ? എങ്ങനെയാ? കടയിൽ വരുന്നവരെയൊക്കെ പാത്രം കഴുകി ജീവിച്ചവള് ഇവിടുന്ന് എച്ചില് കൊടുത്താലും അമൃത് പോലെ കഴിക്കണം.
അവളുടെ മുഖത്തെ സങ്കടം കണ്ടില്ലേ? മഞ്ജുനി വരില്ലെന്ന് കരുതിയതാ. നീ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയാലും എന്റെ മോൾ ഇവിടെ തന്നെ കാണൂടി. അവള് വളഞ്ഞ വഴിയിലൂടെ കയറി വന്നവളല്ല, നേരായ മാർഗത്തിലൂടെയാ ഈ വീടിന്റെ പടി ചവിട്ടിയത്. അതുകൊണ്ട് അവളാ എല്ലാ അർത്ഥത്തിലും ഈ വീടിന്റെ മരുമകൾ, അല്ലാതെ നീയല്ല. കാർത്തൂന് ഒരു അവകാശം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പച്ചി. അടുക്കളയിലും പരിസരത്തുമായിട്ട് ഇയാൾ ഒതുങ്ങി കൂടിക്കോളും. അങ്ങോട്ട് ശല്യത്തിന് എന്നാലും പ്രതികരിക്കാത്ത ഒരാളെ എന്തിനാ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ? നിന്നെ പോലൊരു മണ്ടനെ ഇവള് മയക്കെടുത്തു. അടുത്ത നോട്ടം നിന്റെ അമ്മയുടെ നേർക്കാം. അവരെയും കയ്യിലെടുത്ത് തുടങ്ങി. അതുകൊണ്ടാ ഏട്ടത്തി എന്റെ മോളെ ഊട്ടാൻ നോക്കാതെ ഇവളെ ഊട്ടുന്നത്. ദൈവത്തിനാണ് സത്യം, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മോട്. വേണ്ട, ദൈവത്തെ പിടിച്ച് നീ സത്യം ചെയ്യണ്ട. ഇങ്ങനെ കള്ളസത്യങ്ങൾ പറഞ്ഞു ആണയിട്ടുവാ നീ ആണുങ്ങളെ വീഴ്ത്തുന്നത്. ഇവനും അതിന്റെ ബലിയടാ. സ്നേഹത്തിലൂടെ ആൾക്കാരെ വീഴ്ത്തുന്ന നിന്റെ ചതി ആദ്യമൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അപ്പച്ചി കഴിഞ്ഞ ദിവസം കാർത്തൂനോട് കാണിച്ച സ്നേഹം അഭിനയമായിരുന്നോ? ആത്മാർത്ഥായിട്ടാ ഞാൻ ഇവളെ സ്നേഹിച്ചത്. പക്ഷേ ഇവള് കാരണം എന്റെ മോള് പുറത്തു പോയപ്പോ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഓരോരുത്തരെയായി ചുരണ്ടിക്കളിയാനുള്ള പരിപാടി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾക്ക് ഈ വീട്ടിൽ കൊച്ചമ്മയായിട്ട് വാഴണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടി. അപ്പച്ചി, ഞാൻ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോ കാർത്തൂനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അപ്പൊ അപ്പച്ചിയുടെ ഏടത്തിടം പരാതി തീരുമല്ലോ. ഇവളിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതേ നിനക്കൊപ്പം ജോലി സ്ഥലത്തേക്ക് വന്ന് സുഖിച്ച് ജീവിക്കാനല്ല. ഇവിടെ ഇപ്പോ ഒരു ജോലിക്കാരി ആവശ്യമാണ്. ആ കുറവ് നികത്താനാ. എന്നുവെച്ചാൽ എന്റെ മോൾക്കും മരുമോനും ഏട്ടത്തിക്കും ഒക്കെ വച്ച് വിളമ്പാൻ. അതീന്നൊഴിഞ്ഞു പോകാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യമായി ഇവളി വീടിന്റെ അകത്ത് കാലുകുത്തിയത് വീട്ടുജോലിക്കാരിയായിട്ടാണല്ലോ. ഇനിയും അത് മതി. നിനക്കവള് ഭാര്യയായിരിക്കും, എന്നാ ഞങ്ങക്ക് വെറും അടുക്കളക്കാരിയാ, അടിച്ചു തലക്കാരി. അങ്ങനെ നിന്നാ മതി. ദേ, ഇവനൊപ്പം പോവാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, അതൊക്കെ അങ്ങ് വാങ്ങി വച്ചേക്ക്. എനിക്കറിയായിരുന്നു ഇവിടുന്ന് പോയ സാധനം അപ്പച്ചയും കൂട്ടിക്കൊണ്ട് വരുമെന്ന്. മൂന്നേക്കർ പറമ്പ എഴുതി തന്നത്. അതിന്റെ രജിസ്ട്രേഷനും കഴിഞ്ഞു. പപ്പയമ്മയും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ ദീപേട്ടന്. നീ എനിക്ക് ഇഷ്ടം പോലെ പണം തന്നിട്ടുണ്ട്, ഇപ്പൊ സ്വത്തും. പക്ഷെ അതിന്റെ പേരിൽ കണക്ക് പറയരുത്. അയ്യോ, കണക്ക് പറഞ്ഞതല്ല. പറയുന്നതൊക്കെ അതേപടി കേൾക്കുന്നുണ്ട്. പറയാതെ തന്നെ ഓരോന്നറിഞ്ഞ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ എന്നെ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുക ദീപേട്ടൻ. അതിലാ എന്റെ സങ്കടം. എടീ, നിനക്ക് കിട്ടാക്കനെന്ന് കരുതിയിരുന്ന അമൂല്യമായ ഒരു നിധി ഞാൻ തന്നില്ലേ, ഒരു കുഞ്ഞിനെ. അതിലപ്പുറം ഇനി എന്താടി നിനക്ക് കിട്ടാനുള്ളത്? അതെ, അതുകൊണ്ട് തന്നെയാ എപ്പോഴും കാണാൻ തോന്നുന്നത്. ഏതൊരു പെൺകുട്ടിക്കും അമ്മയാകാൻ പോകുന്ന സമയത്ത് കുഞ്ഞിന്റെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നും. അത് എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. പിന്നെ നമ്മൾ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടവരല്ല. എനിക്കൊരു 10-15 വയസ്സുള്ളപ്പോ മുതല് ദീപേട്ടന് ഇഷ്ടം. നമ്മൾ ഒരുപാട് കാലം മനസ്സ് കൈമാറിയവരാ. ഇടയ്ക്ക് ചെറിയൊരു മണ്ടത്തരം ഞാൻ കാണിച്ചതൊഴിച്ചാ ദീപേട്ടനോടുള്ള സ്നേഹത്തിന് ഒരു ഇടിവും തട്ടിയിട്ടില്ല. എന്നൊന്നും നീ പറയണ്ട. എടി, നീ എന്ന് മുതലാ ഉണ്ണിയെ വെറുത്തു തുടങ്ങിയത്, എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്? അവന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച ശേഷമല്ലേ? ദൈവം എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ചത് എന്റെ ദീപേട്ടനെ തന്നെയാ. ഇടയ്ക്ക് വഴിതെറ്റി ഒരാള് പകരക്കാരനായി വന്നു. അതൊഴിച്ചാ എനിക്ക് വേണ്ടി ദൈവം കണ്ടെത്തിയത് നിങ്ങളെ തന്നെയാ ദീപേട്ട. എന്തായാലും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഒരു പെൺകുട്ടിയെ തൊട്ടിട്ടുള്ളൂ. അത് ഞാൻ ആദ്യമായി സ്നേഹിച്ചവളെ തന്നെയാ. എങ്കിൽ പിന്നെ അവളെങ്ങ് കൂട്ടിക്കൊണ്ട് പോയിക്കൂടെ? ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞില്ലേ നിനക്ക് ഉറക്കം വരത്തില്ലല്ലേ? അത് നിന്റെ ആശ മാത്രമാണ് മോളെ, നടക്കാത്ത സ്വപ്നം. ഉണ്ണിക്കൊരിക്കലും ഞാൻ പകരക്കാരനാവില്ല.
നമുക്ക് കുഞ്ഞ് ജനിച്ചാലും ആ കുഞ്ഞ് അച്ഛാന്ന് വിളിക്കുന്നത് ഉണ്ണിയെ തന്നെ ആയിരിക്കണം. എന്നും അവൾ അവനെ വിളിച്ചു വരുത്തുകയാണല്ലോ. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്റെ ഭഗവാനെ? ഇനി എന്താ പരിപാടി? വേറെന്താ, വീട്ടിലേക്ക് പോണം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. ആര്യോർത്താ കിടക്കുന്നേ? കാട്ടിൽ കണ്ടാ ഉടനെ ഉറങ്ങും. അത് പണ്ടേ പോലുള്ള ശീല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെ ഓർക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് വെറുതെ. എന്നെ കുറിച്ചും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും നീ പെണ്ണ് ഓർക്കാറില്ലേ? സത്യം പറയാലോ, ഇല്ല. സ്വന്തം കുഞ്ഞിനെ കുറിച്ചെങ്കിലും ഓർക്കാത്ത മനുഷ്യരുണ്ടോ? അതിന് നീ എന്റെ ഭാര്യ അല്ലല്ലോ വിജിതേ. കഴുത്തിലൊരു താലിയും ഭാര്യ എന്ന പേരും ഉണ്ടെന്ന് കരുതി എല്ലാം ആയോ? ജനിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണോ അവനെ മാത്രമേ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റൂ. ശരി ശരി, നീ കാണണമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. ഇനി അധികം സംസാരമൊന്നും വേണ്ട. ഗുഡ് നൈറ്റ്. നിക്കടി, ഈ കൂടിക്കാഴ്ചക്കൊരു അവസാനമില്ലേടി? ഇല്ല, എനിക്ക് കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ ദീപേട്ടൻ ഇവിടെ വരും. ഉണ്ണിയെ ഉറക്കിക്കിടത്തിയിട്ടുള്ള ഈ നാടകം നിന്റെ നാശത്തിനാ. എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ ഞാൻ വിളിക്കുന്നതും കാണുന്നതും. അതിലേ ഒരു തെറ്റുമില്ല. ഒറ്റ മോളായിപ്പോയി, അല്ലെങ്കിൽ വിഷം തന്ന് കൊന്നേനെ. കൊല്ലണമെങ്കിൽ കൊന്നു. എന്നാലും എന്റെ സ്വഭാവം ഞാൻ മാറ്റില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ഞാൻ ചെയ്തിരിക്കും. ഉണ്ണിയെപ്പോലൊരു പാവം പയ്യനെ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുരുഷൻ പഞ്ചപാവം ആവണമെന്നൊന്നും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ആഗ്രഹമില്ല. അയാൾക്ക് കുറച്ച് തലയെടുപ്പും തടിമെടുക്കും ഒക്കെ വേണം. ഇത് ഒരു കഴിവുമില്ലാത്ത ഒരാള്, പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അതിന്റെ കാര്യം വന്നപ്പോ അയാൾ എല്ലാരെയും തള്ളി കളഞ്ഞില്ലേ? അതെല്ലാം നിനക്ക് വേണ്ടിയാ എന്ന് വെറുതെ പറയാം. നമ്മള് പാപ്പരാകുമ്പോ അയാൾ അയാളുടെ തനി സ്വഭാവം കാണിക്കും. വെറുതെ ഞാനെന്തിനാ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കുന്നത്? പിടിക്കപ്പെട്ടാൽ അയാൾക്ക് അയാളുടെ വഴി, എനിക്ക് എന്റെയും. ഇക്കാര്യത്തിലെ നോ സെന്റിമെന്റ്സ്. അവന്റെ ആയുസ് തീരാറായി, അതുകൊണ്ടാ നീ ഇങ്ങനെ കിടന്ന് ചാടുന്നത്. എന്താ, ദീപേട്ടനെ കൊല്ലാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? എനിക്കറിയാം എന്റെ പപ്പേ. ദീപേട്ടൻ ഇനി എന്തെങ്കിലും സംഭവിച്ചാ പപ്പയുടെ അമ്മയുടെ മുഖം ഞാനങ്ങ് മറക്കും. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയി സത്യങ്ങൾ ഓരോന്നായി പറയും. എന്താടി നീ പറയുന്നത്? പറയാൻ ഒരുപാടുണ്ടല്ലോ. ഒരുപാടുണ്ട്. നീ ഒരു പാവം പെങ്കൊച്ചിനെ കൊന്ന ഉൾപ്പെടെ ഒരുപാട്. അതെ, അതും ഞാൻ ഏറ്റു പറയും. ദീപേട്ടൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് എനിക്ക് പുറത്ത് ജീവിക്കണ്ട. എന്റെ ദേവി, ഇവളിത് എന്ത് ഭാവിച്ചാണോ എന്തോ. അവൻ ഇന്നും വന്നു. ദീപൻ പെണ്ണുമായിട്ട് പുറത്തു നിന്ന് സംസാരിക്കായിരുന്നു. അതൊരു പുതിയ സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചോണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ കുഞ്ഞ് ദീപന്റേതാണെന്ന് അറിഞ്ഞത് മുതൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാണ്ട് നടക്കുക. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? അവൻ പോയോടി? പോയിട്ടുണ്ട്. ഇപ്പോ അവൻ ഒറ്റയ്ക്കല്ലേ? അതെ, അവനെ കൊന്നുകളയാൻ ആളെ വിട്. ഇതിനു മുമ്പ് അതൊക്കെ എനിക്ക് ഭയമായിരുന്നു.
പക്ഷെ നമ്മുടെ മരുമോനും മോളും ഒരുമിച്ച് പോകാൻ അതല്ലാതെ മറ്റു മാർഗമില്ല. അവനെ കൊടുക്കാൻ ഞാൻ നേരത്തെ പദ്ധതി ഇട്ടതാ. അവനെ കൊന്നാൽ നമ്മുടെ മോള് നമ്മളെ കൊല്ലും. അതിലും വലിയ ശിക്ഷയാ അവന് കിട്ടേണ്ടത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഉണ്ണിയെല്ലാം അറിയട്ടെ എന്നും പറഞ്ഞ് മുന്നോട്ട് പോവുക വിജിത. സംശയത്തിന്റെ ഒടുവിൽ നമ്മളോട് സത്യം പറഞ്ഞു. ഉണ്ണി സംശയിച്ചു തുടങ്ങിയാലും അതന്നെയായിരിക്കും സ്ഥിതി. അവൻ അവളോടെല്ലാം പറയും. ഓ, വീണ്ടും തുടങ്ങിയ ആലോചന. ഇത് മാത്രമേ ഇപ്പൊ നടക്കുന്നുള്ളൂ. നീ ഒന്ന് അടങ്ങടി സുധേ. നമ്മുടെ മോടെ ജീവിതം മുങ്ങി താഴുമ്പോ എങ്ങനെ അടങ്ങാനാ? വയസ്സായി വരിക. നിങ്ങൾക്കാണെങ്കിൽ ഇല്ലാത്ത രോഗങ്ങളില്ല. ഒന്ന് കിടപ്പിലായാലേ നോക്കാൻ ആള് വേണ്ടേ? നന്ദി കെട്ട മോള് നോക്കുമെന്ന് എനിക്ക് ഓരോ ഉറപ്പുമില്ല. അതുകൊണ്ട് ഉണ്ണിയെ നമ്മുടെ മരുമോനായിട്ട് നിലനിർത്തിയേ പറ്റൂ. അവൻ നോക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോടി നിനക്ക്? കാര്യം ഇപ്പൊ അവൻ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിലും ഒരു വീഴ്ച വന്നാൽ താങ്ങിപ്പിടിക്കുമെന്ന് സംശയമുണ്ട് എനിക്ക്. ആ, അത് നമ്മുടെ മോള് പറയുന്നത് ശരിയാ. അവന് വേണ്ടി ചോര നീരാക്കിയ ചേട്ടനെ അവൻ തള്ളിക്കളഞ്ഞു. അവന്റെ അമ്മയെ ഇവിടെ നീയും നിന്റെ മോളും കൂടി തൂത്തു തുടച്ചിട്ടും അവനൊരക്ഷരം എതിർത്ത് പറഞ്ഞില്ലല്ലോ. അമ്മയെ കൊല്ലാതെ കൊല്ലുന്നതും അവന് സന്തോഷമാ. അങ്ങനെയുള്ളവൻ നമ്മളൊന്ന് വീണാൽ നോക്കുവന്ന് എന്താ ഉറപ്പെന്നാ ഞാൻ നിന്നോട് ചോദിച്ചത്. അതും നേരെ. ആരും ശരിയല്ല സുധേ. എല്ലാവരും അവരവരുടെ കാര്യത്തിന് വേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കിയേ പറ്റൂ. ഇനി 5 പൈസ പോലും വിജിതയ്ക്ക് കൊടുക്കരുത്. കാര്യങ്ങൾ എങ്ങനെയാ പോകുന്നതെന്ന് നോക്കിയിട്ട് കൈവിട്ട സഹായമൊക്കെ ചെയ്താൽ മതി. അത് ഞാനും നിങ്ങളുടെ പക്ഷത്താ. എങ്ങനെയെങ്കിലും ഇപ്പൊ ദീപന്റെ ശല്യം ഒന്ന് അവസാനിപ്പിക്കേ. ഈ സമയത്ത് അവൻ പോയിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ ഇപ്പൊ തുറന്നു വെക്കുന്ന ഒരു തട്ടുകടയുണ്ട്. അവിടെ ചെന്നൊരു കട്ടൻ അടിച്ചിട്ടേ അവൻ പോകും. പപ്പനെ അവനെ കൃഷി ഓഫീസറും ഒക്കെ പലതവണ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നവൻ വീടത്തില്ല. കരുണന്റെ ആൾക്കാരാണോടാ? മോളിന്ന് പറഞ്ഞു വിട്ടാടാ നിന്നെ അങ്ങ് മുകളിലോട്ട് എടുക്കാൻ. എന്നെ മുകളിലോട്ട് വിടാൻ ഈ തടിയൊന്നും പോരാ മോനെ.
ഇനി എങ്ങാ നീ അടുത്തേക്ക് വന്ന വരുന്ന മുറയ്ക്കന്നെ നീയൊക്കെ മുകളിലേക്ക് പോകും. സൈഡാക്കണോ? എന്താണ് അവിടെ? ചോദിച്ച കേട്ടില്ലടാ. എന്താണ് ഇവിടെ? ഇവൻ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുവോ സാറേ? സാർ, ഇവന്മാരെ എന്നെയാ തടഞ്ഞു നിർത്തി തല്ലാൻ നോക്കിയത്. ദേ ഈ കത്തി ഇവന്മാര് കൊണ്ടുവന്ന. കത്തി താടാ. പാവപ്പെട്ട ഒരു പെൺകൊച്ചിനെ കൊന്നിട്ടും കൊല്ലാനുള്ളതിന്റെ കൊതി തീർന്നില്ല അല്ലടാ. കേറാ വണ്ടിയില്ലേ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ തെറ്റൊന്നും ചെയ്യാത്ത പുണ്യാത്മാവാന്ന് എനിക്കറിയാവടാ. അതറിയാവുന്നതുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നത്. സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നടക്കണ അങ്ങോട്ട്. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവനെ പിടിച്ച് വണ്ടി കയറോ.